വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി ചെറുപയർ പായസം ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ചെറുപയർ ഞാനിവിടെ എടുക്കുന്നുണ്ട്. വെരി സിമ്പിൾ റെസിപ്പിയാണ്. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക. ഭയങ്കര സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകണം. ചെറുപയറിൽ നല്ല രീതിയിൽ പൊടികളുണ്ടാവും. ഇപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ വെള്ളം മാറിയത്. അതിന് നമ്മൾ നന്നായിട്ട് കഴുകുക. എന്നിട്ട് ഞാൻ കുക്കറിലാണ് വെക്കുന്നത് ഈ അപ്പോൾ 1 കപ്പ് ചെറുപയർക്ക് ഞാൻ 4 കപ്പ് വെള്ളമാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് വേവിക്കുക. അപ്പോൾ അതിന് നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ആ കാണുന്ന 2 ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് അലിയിക്കുക. അതിനുശേഷം 1.5 കപ്പോളം തേങ്ങാപ്പാൽ ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. ഈ വെന്ത ചെറുപയറിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ശർക്കര പാനി ഒഴിച്ചെടുക്കുക. അരിച്ചിട്ട് വേണം നമ്മൾ ഒഴിച്ച് കൊടുക്കാൻ. അതിൽ കരിമ്പിൻ്റെ നാരും പൊടികളും ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഈ അരിച്ചിട്ട് ഒഴിക്കണം എന്ന് പറയുന്നത്. പിന്നെ ഒരു 5-8 ഏലക്കായും ഇത്തിരി ചുക്കുപൊടി നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചതാ തേങ്ങാപ്പാലുണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അപ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇല്ലെങ്കിൽ രണ്ടും പാടെ പിരിഞ്ഞു പോകും. 2 സ്പൂൺ നെയ്യിലേക്ക് തേങ്ങ കൊത്തി അരിഞ്ഞത് വറുത്തെടുത്തിട്ട് പായസത്തിലേക്ക് കൊടുക്കുക. റെഡി നമ്മളെ പായസം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.